Good morning, good morning, good morning, dear students. Take your seat. Sit down. ഇരിക്കാൻ. Sit down. അപ്പോ ഇതൊരു അഭിനയ കളരിയാണ്. ഈ അഭിനയ കളരിയിൽ അഭിനയം പഠിക്കാൻ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. കളരിയാകുമ്പോ ചുരുകയും വാളും ഉറുമിയൊക്കെ ഉണ്ടാവും സാറേ, കുന്തമൊക്കെ ഓട്ടി നോക്കി കുത്താൻ. ആ കളരിയല്ല, ഇതൊരു വർക്ക്ഷോപ്പാണ്. അതെ, വർക്ക്ഷോപ്പാണ്. ഞാനത് അറിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. പുതിയൊരു വർക്ക്ഷോപ്പ് ഇവിടെ തുടങ്ങുന്നു എന്ന് അറിഞ്ഞു. ഞാൻ അപ്പുറത്ത് ബാബുസ് 2 വീലർ വർക്ക്ഷോപ്പില്ലേ, അവിടെ നിൽക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ മുതലാളിയായിട്ട് ഉടക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പുതിയ വർക്ക്ഷോപ്പിൽ ഇച്ചിരി ശമ്പളമൊക്കെ കൂട്ടി തന്നാൽ ഞാൻ ഇവിടെ നിന്നോളാം. ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. എനിക്ക് ഓയിൽ മാറാൻ അറിയാം. അവിടെ ആശാനെ തല്ലിയ പോലെ ഇവിടെ ആശാനെ തല്ലില്ല. അത് ഉറപ്പ് ഞാൻ തരാം. മാഡം ഇല്ല സോറി മാഡം. സുധാ, എന്താ സുധാ ഇത്? ഇല്ല അത് അറിയാതെ തെറ്റിദ്ധരിച്ചു വന്ന ഒരു പയ്യനാണ്. കുഴപ്പമില്ല. ഇത് ആക്ടിംഗ് വർക്ക്ഷോപ്പാണ്, അല്ലാതെ മറ്റേ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് അല്ല, 2 വീലർ വർക്ക്ഷോപ്പ് അല്ല. ഇത് വണ്ടി വരത്തില്ല, വണ്ടിയൊന്നും വരത്തില്ല. പ്ലീസ് ടൂൾസ് ഒക്കെ എടുത്തോണ്ട് വന്നു. ഞാൻ പഠിക്കാൻ, ഞാനും പഠിക്കാം. ബാനറൊക്കെ ആയിട്ട് വന്നേക്കാണ്. എനിക്ക് കൈ തന്നെ അവിടെ ഇരിക്കും. അപ്പൊ നിങ്ങളെ ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും ക്ലാസ് തരുന്നത് പ്രഗത്ഭരും പ്രശസ്തരുമായ അധ്യാപകരാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദമെടുത്ത ഡോക്ടർ സുധാകര രാഘവ റെഡ്ഡി ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഷഡ്ഡിയല്ല, റെഡ്ഡി. സുധാകര രാഘവ റെഡ്ഡി. ഞാനാണത്. അയ്യോ. പിന്നെ ഈ മാഡവും നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയാണ്. മാഡം സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ലെന്ന് സുധ എങ്ങനെ അറിഞ്ഞത്? അല്ല, സുധയോട് ആരാ അത് പറഞ്ഞത്? അല്ല, അത് എനിക്ക് അറിയാലോ. എന്തറിയാന്നാണ് സുധ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, എനിക്ക് അരുന്ധതി ക്ലാസ്സിൽ പോകാറില്ല. സ്ഥിരമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന, അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റുള്ളത്? എനിക്കറിയാടി, നിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ എനിക്കറിയാടി. തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവന്റെ പേര് കടമെടുത്തവനെ, നാണം കെട്ടവനെ. നീ എന്നോട് കൂടുതൽ ചോർന്നോണ്ട് വന്നാലല്ലോ നിന്റെ എല്ലാം ഞാൻ എടി, എനിക്കത് കിട്ടണോടി, എനിക്കിത് കിട്ടണം. നീ വെറുതെ തൊഴിലുറപ്പിന് നടത്തിരുന്ന നിന്നെ ഞാൻ ഈ ചുരിദാറടിച്ച് നിന്റെ തലയിലൊരു മകുടിയും വെച്ച് തന്നിട്ട് നിന്നെ ഞാൻ കൊണ്ടുവന്ന അരുന്ധതി എന്ന് പറഞ്ഞ പേരിട്ട് ഇവിടെ കൊണ്ടുവന്ന എന്റെ മുഖത്ത് നോക്കി തന്നെ നീ പറയണോടി, ഇതൊക്കെ പറയണോ? കാണിക്കണത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാത്. ഞങ്ങള് പോവാത് ബീവറേജിന്റെ ഫ്രണ്ടിൽ പോലും ഇത്ര അച്ചടക്കമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ. നിങ്ങളിപ്പോ എന്താ കണ്ടത്? ഞങ്ങൾ കണ്ടതന്നെ. നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് വഴക്കുണ്ടാക്കണം. നിങ്ങൾ കണ്ടില്ലേ അത്? എങ്ങനുണ്ടായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ്? ആക്ടിങ് ഈസ് ബിഹേവിംഗ്. അല്ലാതെ ഒരിക്കലും അഭിനയമായിട്ട് തോന്നില്ല. അത് നിങ്ങളൊന്ന് നിങ്ങളുടെ മുമ്പിലൊന്ന് ഞങ്ങൾ വ്യക്തമാക്കി തന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവരുടെ ഉള്ളിൽ കുറെ ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. ഇനി ആദ്യം അറിയട്ടെ, ആർക്കൊക്കെ എന്തൊക്കെ ആവണം, എന്താണ് താങ്കൾക്ക് ആവേണ്ടത്? മലയാള സിനിമയിലെ ആരാവണം എന്നാണ് താങ്കളുടെ ആഗ്രഹം? ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. ആരാകണം എന്നാണ് പറഞ്ഞോട്ടെ. മമ്മൂട്ടി. മമ്മൂട്ടിയോ? കറക്റ്റാട്ടോ. മമ്മൂട്ടിയുടെ തൊട്ട് വയറൊക്കെ ഒട്ടി സൈഡിൽ നിന്ന് നോക്കുമ്പോ വടക്കം വീരാതയിലെ മമ്മൂട്ടിയുടെ അതേ ഷേപ്പ്. എങ്ങനെ സാധിച്ചിരുന്നോ നീ? അതുപോലെ നിങ്ങൾ മമ്മൂട്ടി, നമ്മൾക്ക് എന്താണ് ആഗ്രഹം? മോഹൻലാൽ. ലാലേട്ടൻ ആവാനുള്ള എല്ലാവിധ യോഗ്യതയും. മേക്കപ്പ് ചെയ്യരുത്. ഇല്ല കേട്ടോ. താങ്കൾക്ക് എന്താവണം? എനിക്ക് മമ്മൂക്കേ മോഹൻലാലൊന്നും ആകണ്ട. എനിക്ക് മറ്റേ ഫഹദ് ഫാസിലായാ മതി. ആര്? ഫഹദ് ഫാസിൽ. നല്ലൊരു സംഭവം ആക്കാം, പക്ഷെ കുറച്ചൊക്കെ ഒരു ചേഞ്ച് വേണ്ടി വരും. എന്നെ സാറേ ചേഞ്ച് പഠിച്ചു കളയേണ്ടി വരും. എന്തിനാ പഠിച്ചു? മുടിയില്ലല്ലോ. ഇല്ലല്ലോ, ഞാൻ കുരങ്ങൻ പൂമാല പറിച്ചു കളഞ്ഞോളാം. പിന്നെ വരില്ല. അത് അപ്പൊ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ഓരോ പെർഫോമൻസ് നമുക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ടാലൻസ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിനനുസരിച്ച് നിങ്ങളെ മോൾഡ് ചെയ്ത് വളർത്തി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് മമ്മൂട്ടിയുടെ ടാലന്റ് എന്താണെന്നൊന്നും ഇവിടെ. പിന്നെ ഞാനിപ്പോ അങ്ങനെ പെർഫോമൻസ് ഒന്നും ചെയ്യാറില്ല. പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോ അമ്മ എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പണ്ട്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് നമുക്ക് കാണാം.
ഇതില് കൊളസ്ട്രോൾ സമ്മതിക്കുന്നില്ല. പുള്ളിക്ക് ആടി പോലെ പ്രഭുദേവയൊക്കെ അവിടെ ഒന്നുണ്ട്, പക്ഷെ അതിന് കൊളസ്ട്രോൾ സമ്മതിക്കുന്നില്ല. ഉള്ളിലുണ്ട് പക്ഷെ പുറത്തേക്ക് വന്നില്ല. അപ്പൊ മമ്മൂട്ടിയുടെ പെർഫോമൻസ് നമ്മൾ എല്ലാവരും കണ്ടു. ഇനി നമുക്ക് മോഹൻലാലിന്റെ പെർഫോമൻസ് ഞാൻ ചെയ്യാം സാറേ, ചെയ്യാം. ഞാൻ കേട്ടത് ചെയ്യില്ലെന്നാണ്. ചെയ്യില്ലെന്നല്ല, ചെയ്യാം. അപ്പൊ ഇങ്ങനെ സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു മോണോ ആക്ട് ആണ്. സെന്ററിലേക്ക് വരൂ. മോണോ ആക്ട് ആണ്. അതായത് സെൻട്രൽ എന്ത് ചെയ്തോളൂ കുട്ടി. ഓക്കെ സാർ, നിങ്ങളുടെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, നമ്മളൊക്കെ അറിയാലോ. മാന്യ സദസ്സിന് വന്ദനം. ഞാനൊരു മോണോ ആക്ട് ആണ് കാണിക്കാൻ പോകുന്നത്. മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ കഞ്ചാവിന്റെ ദുശീലമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കഞ്ചാവിന്റെ ദുശീലം, ദുശീലത്തിന് അടിമപ്പെട്ട ഒരു കൊച്ചുകുട്ടിയുടെ പെർഫോമൻസ്, അവന്റെ കുടുംബത്തിൽ നടക്കുന്ന സംഭവം. അതെ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അച്ഛൻ, മോനെ നീ ഇന്ന് സ്കൂളിൽ പോയിട്ട് കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോ മോൻ, അച്ഛാ ഞാൻ അങ്ങനെ ഇനി ആവർത്തിക്കത്തില്ല അച്ഛാ. അപ്പോ അപ്പൂപ്പൻ, കഞ്ചാവ് വലിച്ച മേലെ നീ കഞ്ചാവ് വലിച്ചോണ്ട് വീട്ടിൽ വന്ന് കയറരുത്. അപ്പൊ അമ്മൂമ്മ, നീ പോയിട്ട് കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞല്ലോടാ. അല്ല, ഈ മുത്തച്ഛനും ആങ്ങളെ മകളും ആണോ? എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു ശബ്ദം ഒരു വീട്ടിലെ അല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും. ആണോ? ആങ്ങളെ പെങ്ങള് കല്യാണം കഴിച്ചാണോ? അച്ഛന്റെ അമ്മയുടെയും ആഗ്രഹപ്രകാരം ഇനി ഒരിക്കലും ഞാൻ കഞ്ചാവ് വലിക്കില്ല. അയ്യോ, ഈ കൊച്ചനും അത് തന്നെയാണല്ലോ. കഞ്ചാവ് മുക്തമായ ഒരു കേരളം, അതാണ് നമ്മളുടെ ആഗ്രഹം. ജയ് ഹിന്ദ്. അല്ല, ഈ മുത്തച്ഛൻ വലുതായി വരുന്നതാണോ ഈ കഥയുടെ ഉത്സാരം? അങ്ങനെ അങ്ങനൊക്കെയാ. കുഴപ്പമില്ല, നമുക്ക് ഒപ്പിക്കാം. മോഹൻലാലാക്കി എടുക്കാൻ ഇത്തിരി പണിയുണ്ട്, എന്നാലും നമ്മൾ ചെയ്യാം കഴിവിന്റെ പരമാവധി. ഫഹദ് ഫാസിലിന്റെ ഒരു പെർഫോമൻസ് വേണ്ടേ? ആവശ്യമില്ല. അത് വേണം. ഫഹദ് ഫാസിലിന്റെ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സ്കൂൾ ഓഫ് ഡ്രാമയാ. പുള്ളിക്കെല്ലാം അറിയാം, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അല്ല, സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഈ സ്കൂളിൽ താമസിച്ചെന്നിട്ട് ടീച്ചറോട് കാള കുത്തമ്മന്ന് മേത്ത് ചെളിവെള്ളം തെറിച്ചെന്നൊക്കെ പറഞ്ഞ് ഡ്രാമ കളിക്കില്ല, ആ സ്കൂൾ ഓഫ് ഡ്രാമ ഞാൻ. അങ്ങനെ ഡ്രാമയാണ്. ഓക്കെ, ശരി. ഞാനെന്നാ ചെയ്യണ്ടേ സാറേ? എന്നോടാണോ ചോദിക്കുന്നത്? അത് മറ്റേ പാമ്പുകൾക്ക് മാളമുണ്ട് എന്നുള്ള അത് അതിന്റെ ഞാൻ ഇംഗ്ലീഷ് പരിവേഷമാണ് സാർ ഞാൻ ഇവിടെ ചെയ്യാൻ. അതെങ്ങനെയാണത്? അത് കൈയൊക്കെ മടക്കി വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. ഭയങ്കര ശ്രമകരമായിട്ടൊരു സാധനമാണ്. സ്നേക്കുകൾക്ക് ഹോൾസ് ഉണ്ട്. എന്താണ് ഈ ഹോൾസ്? ഹോൾസ് എന്ന് പറഞ്ഞാൽ മാളം ഉണ്ടെന്ന്. മാളം. സ്നേക്കുകൾക്ക്, പാമ്പുകൾക്ക് മാളമുണ്ട്. പറവകൾക്ക് സ്കൈ ഉണ്ട്. സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശമുണ്ട്. ആകാശം, പറവകൾക്ക് ആകാശമുണ്ട്. മാൻസണ്ണിന് തല. മാൻസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക്, അതായത് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് തലയാക്കാൻ ഇറുത്തിലിടമില്ല. ബർത്തിലല്ല ചങ്ങ, ഞാൻ മുടിയും വലിച്ചു കയറി ചാണയൊക്കെ കാണിച്ച് ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടത്തി. ഞാൻ ഇവിടെ ഭൂമിയിൽ സ്ഥലമില്ലെന്ന്. ഇംഗ്ലീഷിൽ ഞാൻ CBSE ആയി പോയത് സാറേ. ഞാൻ CBSE സ്കൂളിൽ പഠിച്ചോണ്ട് ഞാൻ ഇങ്ങനെ പടം പറഞ്ഞു. അപ്പം നല്ലൊരു കൈയടി തരാണ് ഞാൻ പോയിരിക്കായിരുന്നു. അല്ല, കഴിഞ്ഞോ പെർഫോമൻസ് കഴിഞ്ഞു. ഇംഗ്ലീഷ് അങ്ങനെയാ സാധനം. ഇംഗ്ലീഷിൽ ഞാൻ ചെയ്ത് നല്ല ഭയങ്കര മനോഹരമായിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞു, ഫീസ് ഇത്തിരി കൂടുതലാണെന്നൊരു അല്ലേ? അതെ, ഒരു കരക്കമ്പനി. കാരണം ഞങ്ങൾ ഒരുപാട് ആക്ടിംഗ് ക്ലാസ്സിൽ ഞങ്ങൾ പോയിട്ട് സാറേ പോയിട്ട് ഈ ക്ലാസ്സിൽ ഫീസുള്ള ഒരു ക്ലാസ് ഈ ജില്ലയിലില്ല. ഭയങ്കര. അതായത് നമ്മളിപ്പോ ഈ നിങ്ങളോട് ഫീസ് കൂടുതൽ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ പെയറായിട്ട് അഭിനയിക്കുന്നത് ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നുള്ള ആക്ട്രസുകളാണ്. അതായത് നടിമാരാണ്, പേര് കേട്ട നടിമാര്. ഐശ്വര്യ റായ് തുടങ്ങി നമ്മുടെ നയൻതാര, മഞ്ജു വാര്യർ വരെ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം അഭിനയിക്കും. അപ്പൊ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിൽ നിന്നൊക്കെ നടിമാര് വന്നാണ് ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്നത്. കാരണം ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ ഫീസ് ഇച്ചിരി കൂടുതലും കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഫീസ് കൂടുതൽ മേടിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു നായകനായിട്ട് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി, നിങ്ങൾ അഭിനയിക്കാൻ ചെന്നു. നയൻതാരയാണ് നിങ്ങളോടൊപ്പം അഭിനയിക്കുന്നത്. പെട്ടെന്ന് നയൻതാരയെ കാണുന്ന ഷോക്കില് നിങ്ങൾക്ക് ഡയലോഗ് പറയാൻ പറ്റില്ല, നിങ്ങളുടെ നാവിലെ വെള്ളം ഇറങ്ങിപ്പോവും. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒറിജിനൽ നടിമാരുടെ കൂടെ നിർത്തി അഭിനയിപ്പിക്കുന്നത്. നിങ്ങളുടെ ആ ഉൾഭയം മാറ്റണം. നിങ്ങളെ ഞങ്ങൾ മോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നഷ്ടമില്ല. ഞങ്ങൾക്ക് അറിയാൻ പാടാതെ പറഞ്ഞു പോയതാട്ടോ. ഇന്ന് ഇവിടെ നിങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ വരുന്നത് ആരാണെന്ന് അറിയാമോ? തെന്നിന്ത്യൻ സിനിമാ താരം തമന്ന. തമന്നയോടാണ് തമന്നയുടെ കൂടെയാണ് സാറേ ഞാൻ 2 മാസം ഫീസ് കൂടുതലൊന്നും എന്നെ തല്ലുവോ? മതി, വേണ്ട. അതേ തമന്നയോട് കൂടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന്. ഇല്ല സാറ് അഭിനയിച്ച പൈസ തന്നിട്ട് സാറ് തമന്നയോട് അഭിനയിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ 3 പേരിൽ ഒരാൾക്കാണ് ഇന്ന് ചാൻസ് ഉള്ളത്. അതെ, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഫഹദ് ഫാസിലിന് ഒരു അവസരം കൊടുത്താലോ? അതായത് നിങ്ങൾക്ക് അവസരം വേണമെന്ന്. ശരി, കൊടുത്തേക്കാം. ഫഹദ് ഫാസില് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തേക്കാം. അതെ, എഴുന്നേക്ക്. നിങ്ങൾ അഭിനയിക്കേണ്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തമന്നയും നിങ്ങൾ കാമുകന്മാരാണ്. തമന്ന റോസി, നിങ്ങൾ ജോണി. ഞാൻ ജോണി, തമന്ന റോസി. ജോണി, തമന്ന റോസി. നിങ്ങള് കാമുകന്മാരാണ്. ഒരു ബ്രേക്കപ്പിന്റെ ലൈനിൽ എത്തി നിൽക്കുകയാണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൊട്ടി വേർപിരിയാനായിട്ട് തമന്ന കണ്ണീരൊഴുക്കി ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ അടുത്ത് വന്നിട്ട്, റോസി നീ റിയാലിറ്റിയിലേക്ക് വരൂ റോസി, നീ റിയാലിറ്റിയിലേക്ക് വരൂ. കാരണം നമ്മളുടെ ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ പിരിയുകയാണ് എന്ന് പറഞ്ഞ് തമന്റെ ഗാഠപൂർവ്വം കെട്ടിപ്പിടിച്ചിട്ട് ആ നെറുകയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു സീനാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ കുത്ര നാളായിട്ട് ലൈൻ അടിച്ചെന്ന് ലൈൻ പൊട്ടി. അപ്പൊ ഞാൻ അവളോട് പറയേണ്ടത് നിങ്ങൾ വേർപിരിയാണ്. അതല്ലേ റോസി. റോസി നീ റിയാലിറ്റിയിലേക്ക് കടന്നു വരും അല്ലേ? ഇനി നമ്മൾ തമ്മിലുള്ള ജീവിതം മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. ഇതാ എന്റെ ലാസ്റ്റ് ചുംബനം എന്ന് പറഞ്ഞ് മുടിക്കുത്തിന് കയറി പിടിച്ചിട്ട് ചുണ്ട് കടിച്ചു പറയാനേ. നെറുകയിലൊരു ചുംബനം. നെറുകയിൽ മതിയില്ലേ? അത് മതി. ഇവിടെ നിന്ന് ചുംബിച്ച് മേളക്ക് തെന്നി മേളക്ക് പോയാലോ? വേണ്ട, നെറുകയിൽ ഒരു കുഞ്ചി ചുംബനം. അപ്പൊ നിങ്ങൾ റെഡിയാണോ? അങ്ങോട്ട് മാറി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. ആണല്ലേ? ആ തമന്നെ ഒന്ന് വിളിക്കൂ. തമന്നെ വരട്ടെ. എന്റെ ദൈവമേ, ഞാൻ ഒന്നും അറേഞ്ച് ചെയ്തിട്ട് തമന്നെ അറേഞ്ച് ചെയ്യൂ. ആവട്ടെ. ഹലോ ഡാ, എന്റെ പൊന്നളിയാ, എന്ത് ഭാഗ്യം എനിക്ക് കിട്ടേക്കണേന്ന് അറിയാമോ? എടാ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വണ്ടിക്കൂലി മേടിച്ചില്ല ഇവിടെ ആക്ടിംഗ് ക്ലാസ്സിലേക്ക് വരാന്ന് പറഞ്ഞപ്പം. ഇന്നെങ്ങാനും നീ ആ പൈസ തന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഫെയിലായി പോയടാ. നിനക്കൊരു കാര്യം അറിയുമ്പോടാ, എടാ എന്റെ കൂടെ അഭിനയിക്കാൻ വന്നതേ തമന്നയെന്ന്. തമന്ന എടാ ബാഹുബലിയിലൊക്കെ അഭിനയിച്ച തമന്നയില്ലേ? അച്ഛന്റെ 1ാമത്തെ ആണ്ട് നടത്താനുള്ള പൈസ ഇരിപ്പുണ്ട്. അതെങ്ങനെയെങ്കിലും അമ്മച്ചിയുടെ കൈയും കാലും പിടിച്ച് ഞാൻ അടിച്ചു മാറ്റും. എന്നിട്ട് ഷൂട്ടിംഗ് സമയത്ത്, ഷൂട്ടിങ്ങിന്റെ അന്ന് കോഡ് പാനും ഷർട്ടുമെങ്കിലും ഞാൻ മേടിച്ച് തമന്നയുടെ മുമ്പിൽ ചെന്ന് ട്രൈ ചെയ്യും. തമന്ന മാഡം റെഡിയാണ്. നിങ്ങൾ അഭിനയിക്കുന്നുണ്ടോ? തമന്ന മാഡം റെഡിയാണോ? എന്റെ ദൈവം, എനിക്ക് നേരിട്ട് കാണാനുള്ള ശക്തി എനിക്കില്ല. ഡയലോഗ് പറയണം. ഡയലോഗ് ഫോൺ കട്ട് ചെയ്യും. നിങ്ങൾ ഫോൺ കട്ട് ചെയ്യാം. അതെ, ഡയലോഗ് പറഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യേ. ഓക്കെ, നോക്കട്ടെ എങ്ങനെയാണ് പെർഫോമൻസ്. ആക്ഷൻ. ജിമ്മിന് പോയിട്ട് നല്ല കരുത്തായിട്ടൊക്കെ വന്നേക്കാന്ന്. നിങ്ങൾ ഡയലോഗ് പറയൂ മിസ്റ്റർ. പറയാ. അപ്പൊ എന്റെ പേരെന്ന് പറഞ്ഞു? റോസി. റോസി. റോസി നീ റിയാലിറ്റിയിലേക്ക് കടന്നു വരും. ഇല്ല റോസി, നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. റോസി, ഇതാ എന്റെ ലാസ്റ്റ് ചുംബനം. ഇത് തന്നാൽ ഉടൻ തന്നെ എന്റെ വിധം മാറും, എന്റെ മട്ട് മാറും. അങ്ങനെയല്ലോ ഞാൻ പോകുന്നു. ഇത് കഴിഞ്ഞാൽ ഞാൻ പോകും റോസി. നീ ഇല്ലാത്ത ഏതെങ്കിലും ലോകത്തിലേക്ക് ഞാൻ പോകും റോസി. എന്റെ റോസി, ഇതാ എന്റെ ലാസ്റ്റ് ചുംബനം റോസി, എന്റെ ലാസ്റ്റ് ചുംബനം. അയ്യോ സാറേ, സാറെന്നെ പണി കാണിച്ച സാറേ. ഇത് തമനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് തമനെ ഡൂപ്പല്ലല്ലോ, തമനെ ഡമ്മി കൊണ്ടു നിൽക്കണം സാറേ. എന്നോട് വേണ്ടായിരുന്നു സാറേ, എന്നോട് വേണ്ടായിരുന്നു. എടാ നാറി, ഒരു തമന്റെ ഡമ്മി കൊണ്ടിട്ട് നീ കാണിച്ചത് രൂപമാണത്. അപ്പൊ ഒറിജിനൽ തമന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ പിച്ചി കീറിയാ വരുന്നല്ലടാ. ഗെറ്റ് ഔട്ട്.